ഹായ് കൂട്ടുകാരെ, ഇന്ന് ഒരു മീൻ വെട്ടുന്ന വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. മീൻ വെട്ടുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു കുഞ്ഞു വിശേഷമാട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് നല്ല ഫ്രഷ് മത്തി കിട്ടി. അപ്പോൾ ആ മത്തി കറി വെച്ച് കഴിക്കാനുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ. മത്തി നല്ല ഫ്രഷായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം കേട്ടോ മീൻ കഴിക്കാൻ പോകുന്നത്. മലപ്പുറത്തുനിന്ന് വന്ന ശേഷം ഞങ്ങൾ മീൻ കഴിച്ചിട്ട് ഏകദേശം 3 ആഴ്ചയോളം ആയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഫ്രഷ് മത്തി, മലപ്പുറത്ത് പോയപ്പോൾ ഫ്രഷ് മത്തി കിട്ടി. അത് കൊണ്ടുവന്ന് കറി വെക്കാനുള്ള പ്ലാനിങ്ങാണ്. ഒറ്റപ്പാലത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ മീൻ കഴിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഒറ്റപ്പാലത്ത് നിന്ന് കടൽ മീൻ അങ്ങനെ ഫ്രഷ് ആയിട്ടൊന്നും കിട്ടില്ല, നമുക്കതിൻ്റെ ടേസ്റ്റും പിടിക്കില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഇന്ന് മത്തി തേങ്ങ അരച്ച് കറി വെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മത്തി തേങ്ങ അരച്ച് വെച്ചതും നല്ല മത്തി വറുത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കാലിയാവുന്ന സമയം കാണില്ല കേട്ടോ, പെട്ടെന്ന് അങ്ങ് കാലിയാവും. എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് മത്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സുനീഷേട്ടനാണ് വീഡിയോ പിടിക്കുന്ന തിരക്കിൽ കുറേ വീഡിയോൻ്റെ ഭാഗങ്ങളൊന്നും റെക്കോർഡായിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് വീഡിയോയ്ക്ക്, എന്നാലും കുഴപ്പമില്ല. രാത്രി ആയതുകൊണ്ട് നല്ല മഴയായിരുന്നു. എന്താ പറയുക, കറണ്ട് പോയതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, അത് വേറെ കാര്യം. അങ്ങനെ മീനിൻ്റെ വേണ്ട അരപ്പുകളെല്ലാം തയ്യാറാക്കുന്ന തിരക്കിലാട്ടോ ഞാൻ. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരെ കശപ്പിശ അടിപിടി എല്ലാം നടക്കുന്നുണ്ട്. കറണ്ട് പോകുന്നുണ്ട്, 5 മിനിറ്റ് കൂടുമ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട്. സുനീഷേട്ടന് മീൻകറി തേങ്ങ അരച്ച് വെക്കുന്ന കേട്ടോ ഇഷ്ടം. ഞാനങ്ങനെ മീൻകറി തേങ്ങ അരച്ച് വെക്കാനുള്ള പുറപ്പാടിലാണ്. തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുന്നു, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു, എല്ലാം പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കറണ്ടും പോകുന്നുണ്ട്. കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാനൊക്കെ നോ രക്ഷ. അങ്ങനെ ഞാൻ തേങ്ങ അരച്ച് കലക്കുവാണ്. ഈ രീതിയിലാണോ നിങ്ങൾ മീൻകറി വെക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുവിധം മീൻകറിയൊക്കെ ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്. ഇതാവുമ്പം ഒരു 2-3 ദിവസത്തേക്ക് ഓക്കെ, കേടുവരാതെ നമുക്ക് എടുത്ത് വെക്കുകയും ചെയ്യാം, കഴിക്കുകയും ചെയ്യാം. മീൻകറി പഴകുമ്പോഴാണല്ലോ അതിന് ടേസ്റ്റ് കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തലേദിവസം ഉണ്ടാക്കി വെച്ച് പിറ്റേന്നാട്ടോ മീൻകറി എടുക്കുക. അതുകൊണ്ട് ഇത് ഇപ്പം എടുക്കില്ല മീൻകറി, നാളെ രാവിലെ തൊട്ട് ഇത് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങും. ഇത് ഞങ്ങൾക്ക് എന്തായാലും ഒരു 2 ദിവസത്തേക്ക് ഉണ്ടാവും. പിള്ളേരൊക്കെ നന്നായിട്ട് മീൻ കഴിക്കുന്ന ആൾക്കാരാണ്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ. അത് ചെറിയ മീനുകൾ ഭയങ്കര ഇഷ്ടം. അങ്ങനെ പിറ്റേന്ന് ഉച്ചയായി കേട്ടോ. ഉച്ചയ്ക്ക് സുനീഷേട്ട ചോറ് കഴിക്കാൻ വന്നപ്പോൾ ഉള്ള ഞങ്ങളുടെ ചെറിയ വിശേഷമാട്ടോ ഇത്. ചോറ്, ഉപ്പേരിയുണ്ട്, പയറ് തോരനുണ്ട്, ഒരു മുട്ട വറുത്തതുണ്ട്, പിന്നെ നമ്മൾ ഇന്നലത്തെ സ്പെഷ്യൽ മീൻ കറിയും. അത് ഉണ്ടെങ്കിൽ പിന്നെ സുനീഷേട്ടൻ ഒരുപാട് ചോറ് കഴിക്കും, അത്രയ്ക്ക് ഇഷ്ടമാണ് തേങ്ങരച്ച മത്തിക്കറി എല്ലാം. അങ്ങനെ ആ കറിയും കൂട്ടി ചോറ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. നല്ല വിശപ്പോട് കൂടിയാണ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടി വരിക. രാവിലെ പോയാൽ പിന്നെ ഒന്നും കഴിക്കില്ല, ഉച്ചയ്ക്കാണ് കഴിക്കുക. അപ്പോൾ നല്ല വിശപ്പിൽ നമുക്ക് ചോറ് കഴിക്കാം.